ഇപ്പൊ ആശുപത്രിയിൽ പോന്ന ആശുപത്രി പോന്നപ്പോ വീട്ടിലുണ്ട് വല്ലേ? പിന്നെ നിന്റെ മൂത്തുപ്പേ? മൂത്തുപ്പ മരിച്ചു മൂക്കി പഞ്ഞൊക്കെ വെച്ച് പോയില്ല അങ്ങട്. അല്ലോ. ആ വാപ്പ പിന്നെ നേരത്തെ മയ്യത്തായില്ല? അപ്പൊ പിന്നെ നേരത്തെ മയ്യത്തായി. ഉമ്മാന്റെ കാലിന്റെ അസുഖമൊക്കെ മാറിയവനെ? ഉമ്മാന്റെ കാലിന്റെ അസുഖമൊക്കെ അങ്ങോട്ട് മാറി ഇപ്പൊ വീട്ടിലുണ്ടല്ലോ. മാറിയില്ലേ? മാറി മാറി കുഴപ്പമൊന്നുമില്ല. ശരിക്കും പറഞ്ഞ നീ ഏതാ? അത് ശരി. അപ്പൊ എന്നെ മനസ്സിലായിട്ടില്ല. ഇല്ല, മനസ്സിലായിട്ടില്ല. എന്റെ പൊന്നിത്ത നിങ്ങൾ തിരുവനന്തപുരത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്നില്ലേ? ആ വീടിന്റെ തൊട്ടപ്പുറത്ത് ലൈൻ കെട്ടിട്ട് താമസ ജമീലയുടെ മകൻ ഷുക്കൂർ. അല്ല, ശുക്കൂറായിരുന്ന? അതെ അതെ അതെ. പഠിച്ച റബ്ബിലാമിനായ തമ്പിരാനെ, നിന്റെ കാര്യം എപ്പോഴും ഓർക്കണോന്ന് ഓർക്കും മോനെ. മറന്നു. അത് ഓർമ്മ കുറവില്ലായ്മ കുറവല്ലേ? അതെ അതെ. അപ്പൊ ഇന്നെ ഇത്താ ഞാൻ ഇങ്ങോട്ട് വന്ന എന്തിനാന്നറിയോ? പറവനെ, എന്റെ കല്യാണമാണ് അടുത്ത മാസം 12-ാം തീയതി. നിനക്ക് പെണ്ണ് കിട്ടിയ? പെണ്ണ് കിട്ടി. നിന്റെ വാപ്പാന്റെ സ്വഭാവം വെച്ച് നിനക്ക് പെണ്ണ് കിട്ടേണ്ടതല്ല. അത് ശരി. അപ്പൊ എല്ലാം അറിയാല്ലേ അങ്ങോട്ട്? പിന്നല്ലാണ്ട്. ഞാനേ ഒരു ഓണങ്കരമൂലെന്നാണ് കല്യാണം കഴിക്കുന്നത്, നമ്മുടെ കോനൂരിന്ന്. അതാ നിന്റെ സ്വഭാവവും ബാപ്പയുടെ സ്വഭാവം ഒക്കെ അറിയാത്ത സ്ഥലത്ത് നിന്ന് വേണമല്ലോ കെട്ടാൻ. അതിരിക്കട്ടെ, ഓണങ്കേറ മൂല ചെന്നപ്പോ നീ ആ പെണ്ണിനെ നിന്റെ സ്വഭാവം കൊണ്ട് കിട്ടാൻ വയ്യില്ല, എന്തെങ്കിലും കാണിച്ച് വളച്ചിട്ടുണ്ടാവും. പെണ്ണ് കാണാൻ ചെന്നപ്പോ എന്തെന്നാണ് എടുത്ത് കാണിച്ച? ഞാനൊന്നും കാണിച്ചില്ല. നീ കാണിക്കാണ്ട് ആ പെണ്ണ് ബിയ്യൂല്ലല്ലോ, എന്തെന്നാ കാണിച്ചത്? ഞാനൊരു സാധനം കാണിച്ച്. എന്താണ്? അല്ല അതല്ല, മൊബൈൽ ഫോണേ. മൊബൈല് കാണിച്ച് വളച്ചല്ലേ? അതെ അതെ അതെ. നിനക്ക് എന്ത് ശ്രീധരം കിട്ടും? എനിക്കിത് 50 പവനും 50,000 രൂപയും. 50 പവൻ നീ പെണ്ണിന്റെ മേത്തിട്ടോ 50,000 രൂപ ചെലവാക്കണ്ട. ചെലവാക്കണ്ടെന്ന് പറഞ്ഞു. അംബാനി വിളിക്കും മോനെ, ഫോണിന്റെ കാശ് വെക്കണ്ടേ? ഓ അങ്ങനെ. അത് ശരി. അതൊക്കെ പോട്ടെ. പിന്നെ നമ്മുടെ ഇക്കയ്ക്ക് ഇക്കയ്ക്ക് ഇപ്പൊ എന്തോ ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ കേട്ട്. അല്ല, നിനക്ക് കല്യാണക്കുറി ഇങ്ങോട്ട് അയച്ചാ പോരായിരുന്നോ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ അയക്കാനിരുന്നാണ്. പിന്നെ എന്താന്ന് വെച്ചാല് ഇക്കയുടെ പേര് ഇവിടെ എഴുതാൻ പറ്റൂല. ഈ നാട്ടിലെ നാട്ടുകാർ മുഴുവൻ ഇക്കനെ ഇരട്ടപ്പേര് കൂട്ടിയാലേ വിളിക്കണത്. അല്ലോ, അത് ശരിയാണ് മോനെ. ഇക്കാനെ നീ പേര് വിളിക്കണ്ട, എഴുതണ്ട. അത് നന്നായി. അത് ശരി. ഇക്കാന ആൾക്കാര് തകരബീരാൻ വിളിക്കണേ. എന്തെന്ന്? തകരബീരാൻ. അതെന്താണ് ഈ തകരബീരാന്ന് വിളിക്കണത്? അത് നമ്മൾ പറഞ്ഞുതരാം, നിനക്ക് പൊടി കിട്ടും. അപ്പൊ ഈ നാട്ടിൽ ഒരുപാട് ബീരാന്മാരുണ്ട്. ഒരുപാട് ബീരാന്മാരുണ്ട്. നമ്മളിപ്പോ ഇവിടെ വാടകയ്ക്ക് വന്ന് താമസിക്കണല്ലേ? റേഷൻ കട നടത്തുന്ന ബീരാനുണ്ട്, ചിട്ടിക്കമ്പനി നടത്തുന്ന ബീരാനുണ്ട്, മുക്കുറി ബീരാനുണ്ട്, ചത്തുപോയ ബീരാനുണ്ട്, VIP ബീരാനുണ്ട്. അതെന്താ VIP ബീരാൻ? വെറുതെ ഇരിക്കുന്ന പൗരൻ. അത് ശരി. അങ്ങനെ ഇരിക്കുന്ന ബീരാനുണ്ട്. അങ്ങനെ ഒരുപാട് ബീരാന്മാരുണ്ട്. ആണല്ലേ? അപ്പൊ നമ്മുടെ ഇക്കാനെ തിരിച്ചറിയാൻ വേണ്ടി നമ്മുടെ വീടിന്റെ ബേലിക്ക് ഒരു തകരമരം നിപ്പുണ്ട്. തകരമരം. അതുകൊണ്ട് ആ തകരമരം കൂട്ടി തകരബീരാൻ എന്ന് വിളിക്കും. അത് ശരി. തകരബീരാൻ. അതുകൊണ്ടാണ് തകരബീരാൻ പേര്. പിന്നെ ഇക്കാക്കാണെങ്കിൽ വിളിയേക്കണത് പിരാന്താണ്. അത് ശരി. ഒരു വെള്ളിയാഴ്ച ആരാണ്ട് പള്ളിയിൽ വെച്ച് ഇങ്ങനെ വിളിച്ചെന്നും പറഞ്ഞിട്ട് ഇക്കാക്ക് പിരാന്ത് കയറിയിട്ട് അലാക്കായിട്ട് ഇങ്ങോട്ട് വന്നു. വാക്കത്തി ഇങ്ങനെ എടുത്തിട്ട് തകരമരം അങ്ങോട്ട് മുറിച്ചു കളഞ്ഞു. അത് ശരി. അതോടുകൂടി പിന്നെ വിളിയൊക്കെ നിന്നിട്ടുണ്ടാവും. വിളി നിർത്തിയില്ല.